അതിർത്തികൾ ഭദ്രമാക്കി ഭാരതം. ഇന്ത്യ പാക് അതിർത്തിയിൽ ബുള്ളറ്റ് പ്രൂഫ് ബങ്കറുകൾ സ്ഥാപിച്ചു. അറബിക്കടലിൽ വിശാല നിരീക്ഷണം ഏർപ്പെടുത്തി കോസ്റ്റ് ഗാർഡ്. വടക്ക് പടിഞ്ഞാറൻ തീരമേഖലയിലാണ് ശക്തമായ നിരീക്ഷണം. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, അങ്ങേയറ്റം ഭദ്രമാക്കിക്കൊണ്ടുള്ള നടപടികളാണ് ഭാരതം മുന്നോട്ട് വെക്കുന്നത്. അതിർത്തികൾ ഇപ്പോൾ കൃത്യമായി സീൽ ചെയ്തുകൊണ്ടുള്ള വളരെ കൃത്യമായ നടപടികളിലേക്ക് ഭാരതം പോകുകയാണ്. വിവരങ്ങൾ. തീർച്ചയായും നീലിമ, ശക്തമായ നടപടിയാണ് ഭാരതത്തിന്റെ ഭാഗത്ത് നിന്ന് അതിർത്തികളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, നീലിമ സൂചിപ്പിച്ചതുപോലെ ശക്തമായ സുരക്ഷാ സംവിധാനം ഈ അതിർത്തികളിൽ പാകിസ്ഥാന്റെ കടന്നുകയറ്റം നിയന്ത്രിക്കുന്നതിന് തയ്യാറാക്കിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ബുള്ളറ്റ് പ്രൂഫ് ബങ്കറുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. അതായത് വിമാനത്തിൽ നിന്നും ഹെലികോപ്റ്ററുകളിൽ നിന്നുമെല്ലാം തന്നെ ഉണ്ടാകുന്ന ശക്തമായ വെടിയുതിർക്കാൻ ശേഷിയുള്ള സംവിധാനങ്ങളെ പ്രതിരോധിക്കുന്ന ബങ്കറുകൾ അതിർത്തിയിലാകമാനം സ്ഥാപിക്കുക എന്ന കൃത്യമായൊരു നീക്കമാണ് നടന്നിരിക്കുന്നത്. ബുള്ളറ്റ് പ്രൂഫ് ബങ്കറുകൾ സ്ഥാപിക്കുന്നതോടെ കൃത്യമായ നിരീക്ഷണം സജ്ജമാക്കാനും കൃത്യമായ സമയത്ത് ശക്തമായി തിരിച്ചടിക്കാനുള്ള ഒരു സാധ്യത ഉറപ്പാക്കാനും സാധിക്കുമെന്നതാണ് ഈ ബുള്ളറ്റ് പ്രൂഫ് ബങ്കറുകൾ അതിർത്തിയുടെ പരിസരങ്ങളിലെല്ലാം തന്നെ കൃത്യമായി വിന്യസിക്കുന്നതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സുപ്രധാനമായ നീക്കം കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോസ്റ്റ് ഗാർഡ് എല്ലാ സമുദ്ര മേഖലകളിലും കൃത്യമായ നിരീക്ഷണം ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ കൃത്യമായൊരു നിരീക്ഷണം, വടക്ക് പടിഞ്ഞാറൻ സമുദ്ര മേഖല അറബിക്കടലിലെ പാകിസ്ഥാനുമായി അതിരിടുന്ന പ്രദേശങ്ങൾക്കോട് അടുത്തുള്ള പ്രദേശങ്ങളിൽ ശക്തമായ നിരീക്ഷണം നടത്തുകയാണ്. നേരത്തെ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഈ പഹൽഗാം പോലുള്ള ആക്രമണങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊരു പക്ഷേ കടൽ വഴിയുള്ള ആക്രമണമാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല, അല്ലെങ്കിൽ ആക്രമികൾ കടൽ വഴി എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്നൊരു സൂചനയും ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് നിരീക്ഷണം അതിശക്തമാക്കി തുടരുന്നത് കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തു നിന്നുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കോസ്റ്റ് ഗാർഡ് പട്രോളിംഗും അതുപോലെ തന്നെ ഹെലികോപ്റ്റർ നിരീക്ഷണവും അതുപോലെ അനുബന്ധ സംവിധാനങ്ങളുടെ കൃത്യമായ നിരീക്ഷണവുമാണ് ഇപ്പോൾ സമുദ്രമേഖലയിൽ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമുദ്രമേഖലയിലും അതുപോലെ തന്നെ എയർഫോഴ്സ് നിരീക്ഷണവും കൃത്യമായി ഉടൻ തന്നെ ആരംഭിക്കും. അതായത് എയർഫോഴ്സിന്റെ കൃത്യമായ നിരീക്ഷണങ്ങൾക്കുള്ള സംവിധാനങ്ങൾ പാലിച്ചുകൊണ്ടുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ കൃത്യമായി നടപ്പാക്കിക്കൊണ്ടുള്ള നീക്കങ്ങൾ എയർഫോഴ്സിന്റേത് അടിയന്തരമായി ആരംഭിക്കുകയും ചെയ്യുമെന്ന സൂചനയും വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സുസജ്ജമായ ഒരു നിരീക്ഷണ സംവിധാനം ഒരുക്കി കൃത്യസമയത്ത് തിരിച്ചടിക്കാനുള്ള, അല്ലെങ്കിൽ കൃത്യസമയത്ത് ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ തിരിച്ചടി നൽകാനുള്ള ഒരു സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ സൈന്യവും അതിർത്തിയിലും അതുപോലെ തന്നെ തീരസുരക്ഷയുടെ കാര്യത്തിലും. ഐസറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.